ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ F5 മോഡൽ വണ്ടി. അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പഴയ സ്പോക്കറ്റ് ഇതായിരുന്നു കേട്ടോ. ഇത് നിലവിൽ ചെയിനൊക്കെ പൊട്ടി വന്നായിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ വീലിൻ്റെ ഉള്ളിൽ തന്നെ ഈ റബ്ബറിൻ്റെ കട്ടകൾ, വീൽ ഡാമ്പർ റബ്ബർ എന്ന് പറയും, അത് നമുക്കൊന്ന് മാറ്റിയിടണം. ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ് തീർന്നതാണ്. ബ്രേക്ക് ലൈനറും കൂടി നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റും വീൽ റബ്ബറും ബ്രേക്സും അടക്കം മാറ്റി വരുമ്പോൾ ലേബർ ചാർജുകളൊക്കെ എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ. ഇതൊന്ന് കിടന്നിറങ്ങുന്നത് കമ്പനി ചെയിൻ സ്പോക്കറ്റൊന്നുമല്ല. നമ്മളിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഹീറോൻ്റെ കമ്പനി ചെയിൻ കിറ്റ് തന്നെയാണ് കേട്ടോ. ഈ പുതിയ ചെയിനാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ എന്തായാലും ഒരു 500 കിലോമീറ്ററിനുള്ളിൽ ചെയിൻ ലൂസാവും, പെട്ടെന്ന് ലൂസാവും. അതൊന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഏറ്റവും കൂടുതൽ ചെയിൻ കംപ്ലയിൻറ്റ് വന്നത് മഴ സമയത്താണ്. അപ്പോൾ ചെയിൻ അടിക്കാൻ നോക്കിയിരിക്കണ്ട. ഏകദേശം ഒരു 1000 കിലോമീറ്ററിനുള്ളിൽ 1500 കിലോമീറ്റർ കഴിഞ്ഞാൽ ഓരോ 1000 കിലോമീറ്ററിനുള്ളിലും ചെയിൻ നിർബന്ധമായിട്ടും ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ചെയിൻ ഓയിലോ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് ചെയിന് ലൈഫ് കിട്ടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് ഏകദേശം ഒരു 6 മണിക്കുള്ളിലാണ് കംപ്ലീറ്റ് ആവുള്ളൂ. കംപ്ലീറ്റ് ആവുന്നതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ. ഓക്കെ.